സാക്ഷി ജീവിതം സാക്ഷി ജീവിതം സാക്ഷി. കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ജുഡീഷ്യൽ ഓഫീസർ റിട്ടയർഡ് ശ്രീ ചെറിയാൻ വർഗീസ്, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി രമാദേവി, കൗൺസിലർ ഡോക്ടർ ശ്രീകുട്ടി. സ്വാഗതം പാനലിന്. കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ചില പരാതിക്കാരെ കണ്ടു. അതായത് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വഞ്ചിക്കപ്പെട്ട് അതിൻ്റെ പേരിൽ കുടുംബം തകർന്ന് മാനസികമായി തകർന്ന് ഇനി എങ്ങോട്ട് ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും, എങ്ങോട്ട് കൊണ്ടുപോകും എന്നറിയാതെ പല സ്ഥലങ്ങളിലും പരാതി കൊടുത്ത് പരിഹാരം കിട്ടാതെ അങ്ങനെ വന്ന ചിലരെ നമ്മൾ കണ്ടു. അവരിൽ പലരും നല്ല വിദ്യാഭ്യാസമുള്ളവരും നല്ല കുടുംബാന്തരീക്ഷമുള്ളവരും അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നും, ഇതെങ്ങനെ ഇവര് എത്രയോ പത്രവാർത്തകൾ നമ്മൾ കേൾക്കുന്നു, TV ചാനലുകൾ വഴി എന്തെല്ലാം വഞ്ചിക്കപ്പെട്ട കഥകൾ കേൾക്കുന്നു, എന്നിട്ടും ഇവരൊക്കെ എങ്ങനെ പറ്റിക്കപ്പെടുന്നു എന്ന് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. പക്ഷേ ഇവർ പലപ്പോഴും നേരിട്ട് ഈ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോഴാണ് ഇമോഷണലായിട്ട് അല്ലെങ്കിൽ വൈകാരികമായിട്ട് നമ്മളെ എന്താണ് നമുക്ക് സ്നേഹം കൊണ്ട് ഒരാളിനെ കീഴ്പ്പെടുത്താൻ പറ്റും. വളരെ സത്യസന്ധതയോടുകൂടി അഭിനയിക്കുകയും പെരുമാറുകയും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം വഞ്ചിക്കപ്പെട്ടു പോകും. നമ്മളെ ആരും പറ്റിക്കാൻ നമ്മൾ ഇത്രയും ബുദ്ധിയും വിവരമൊക്കെ ഉള്ളവരല്ലേ എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും ചതിക്കപ്പെട്ടു പോകുന്നൊരവസ്ഥ. ഇന്നത്തെ പരാതിക്കാരൻ വിൻസെന്റ് ഡിക്രൂസ്, ബാംഗ്ലൂരിൽ നിന്നാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ പരാതിയും കൊണ്ട് വന്നത്. സാമ്പത്തികമായിട്ട് ഒരുപാട് വഞ്ചിക്കപ്പെട്ട അദ്ദേഹം ഒരു മനുഷ്യൻ കാരണം, മകളുടെ ഭർത്താവാകാൻ പോകുന്ന മനുഷ്യൻ കാരണം വഞ്ചിക്കപ്പെട്ട് വിവാഹം ചെയ്തിട്ടില്ല, വിവാഹം ചെയ്യാമെന്ന വാഗ്ദാനത്തോടു കൂടി കുടുംബങ്ങളെല്ലാം അറിഞ്ഞു തന്നെ വളരെ കാര്യമായിട്ട് പറ്റിച്ച് ഇന്നിപ്പോൾ അയാൾ ഏറ്റവും വലിയ ചതിയനാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടും പരിഹാരം കിട്ടാത്തൊരവസ്ഥയിലാണ് ഇവിടെ വന്നത്. അച്ഛനും മകളും ഇവിടെ വന്നിട്ടുണ്ട്. സാൻഡി എന്നാണ് മകളുടെ പേര്. നമസ്കാരം. 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 സാൻഡി എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നില്ല. സാൻഡി ബാംഗ്ലൂരാണ്. എത്ര കാലമായിട്ട് ബാംഗ്ലൂർ? ഞാൻ വളർന്നത് അവിടെ. അവിടെ തന്നെ പഠിച്ചതും വളർന്നതും ഒക്കെ കൊച്ചിലേ മുതലേ അവിടെ തന്നെ. നിങ്ങൾ ബേസിക് ആയിട്ട് ഇവിടെ എന്റെ അപ്പനും അമ്മയും എറണാകുളത്തുകാരാ. അവര് അവിടെ ഊട്ടി പോയി സെറ്റിലായിട്ട് ഞാൻ അവിടുന്ന് ജനിച്ചു വളർന്നതാണ്. ഊട്ടിയിൽ. അവിടുന്ന് ബാംഗ്ലൂരിൽ പോയി സെറ്റിലായി. ഞാൻ ആദ്യം പോലീസിലായിരുന്നു, CRPF-ലായിരുന്നു. അതിൽ 12 വർഷം ചെയ്തതിന് ശേഷം ആ കെയർ ഓഫിൽ തന്നെ എനിക്ക് ഭാരത് എർത്ത് മൂവേഴ്സ് എന്നും പറഞ്ഞൊരു പബ്ലിക് സെക്ടർ ഫാക്ടറി ഉണ്ട്. അതിലെനിക്ക് ജോലി കിട്ടി. അവിടെ ആ ജോലി ഞാൻ 30 വർഷം സർവീസ് ചെയ്ത് ഇപ്പം 5 വർഷമായി റിട്ടയർഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ സാൻഡി എവിടെ വർക്ക് ചെയ്തിരുന്നേ? ബാംഗ്ലൂർ എവിടെ വർക്ക് ചെയ്തേ? ഞാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസിലെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ, അതായത് ഇൻഷുറൻസ് ക്ലെയിംസ് പ്രോസസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ടീമിനെ ഹാൻഡിൽ ചെയ്യുന്ന അസിസ്റ്റന്റ് മാനേജർ ആയിരുന്നു. വർക്ക് ചെയ്തിരുന്നു. എന്തുവരെ പഠിച്ചു? BCom ഗ്രാജുവേറ്റ്. BCom ഗ്രാജുവേറ്റ് ആണ്. സാൻഡി മാത്രമേ ഉള്ളൂ മകളായിട്ട്? രണ്ടുപേരുണ്ട്. അനിയത്തിയാണ്? ഇല്ല, ഞാൻ എൽഡസ്റ്റ്. അനിയത്തി അവര് കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയി? ഇല്ല, അവരും കല്യാണം. ഈ ഒരൊറ്റ കാരണം കൊണ്ട് അവളെയും കല്യാണം മുടങ്ങി കിടക്കുക. കാരണം രണ്ടുപേർക്കും കൂടിയുള്ള കാശാണ് ഇങ്ങനെ പോയത്. ഫൈനാൻഷ്യലി വി ആർ ടാർണിഷ്ഡ്. അപ്പൊ ഇത് എത്ര വർഷമായി ഇപ്പൊ ഈ പറ്റിക്കപ്പെട്ടിട്ട്? എത്ര നാളായി? 3 വർഷമായി. 3 വർഷമായി. 2013 മാർച്ച് തൊട്ടാണ് അവളുടെ അടുത്ത് നിന്ന് ആ കാശൊക്കെ മേടിച്ച് ഡിസംബറിനകത്ത് എല്ലാം തീർത്ത്. ഞാൻ കംപ്ലൈന്റ് ഇവനെ അന്വേഷിച്ച് നടക്കുന്നത് ഏപ്രിൽ തൊട്ടാണ്. 2014 ഏപ്രിൽ തൊട്ട്. അപ്പോഴത്തേക്ക് മനസ്സിലായി കുറെ കാര്യങ്ങൾ കുഴപ്പമാണെന്നുള്ളത്? അല്ല, അവന് കറക്റ്റ് അഡ്രസ്സ് തന്നിട്ടില്ല. അവൻ ഫ്രോഡ് അഡ്രസ്സാ തന്നത്. പേര് മാത്രം അവന്റെ കറക്റ്റ് നെയിം. അങ്ങനെ ഞാൻ ആ തന്ന അഡ്രസ്സ് എന്തെങ്കിലും എവിടെയെങ്കിലും പോയാൽ അന്വേഷിക്കണമല്ലോ മാഡം. അതിനുവേണ്ടി കോട്ടയത്ത് അവൻ തന്ന അഡ്രസ്സിൽ പാറത്താനം എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ചുറ്റി അവിടെ അങ്ങനെ ഒരു പേരിലുള്ള ഒരു വ്യക്തിയില്ല. അവൻ പറഞ്ഞ പേര്, അവന്റെ പേര് റെജിസി മൊൻസി എന്നാണ്. റെജിസി മൊൻസി, അത് ശരിയാണോ? അത് ശരിയാണ്. പക്ഷെ അവൻ അഡ്രസ്സ് തന്നിരിക്കുന്നത് കരിപ്പ പറമ്പിൽ ഹൗസ് എന്നാണ്. കരിപ്പ പറമ്പിൽ ഹൗസ് എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിൽ ഏറ്റവും ഫേമസ് ഹൗസുകാരാണ്. അവിടെ ഒരു 9 കുടുംബമുണ്ട്. അവരെ വീട്ടിലൊക്കെ ഞാൻ പോയി. അവർ ചോദിച്ചു, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു വ്യക്തിയില്ല റെജി എന്നും പറഞ്ഞ്. ഞാൻ അങ്ങനെ അവനെപ്പറ്റി എന്തെങ്കിലും എനിക്ക് ന്യൂസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അറിയിക്കാന്നും പറഞ്ഞ് എനിക്ക് ഫോൺ നമ്പർ വലിയ കാര്യമായിട്ടൊരു കുടുംബത്തിന്റെ പേര് പറഞ്ഞങ്ങ് പറ്റിക്കായിരുന്നു. പറ്റിക്കായിരുന്നു. അപ്പൊ എത്ര വയസ്സായി ഇപ്പൊ സാൻഡിക്ക്? Now I'm 37.
37. അപ്പോൾ ഒരു 34-33 വയസ്സിൽ ആ. ഉണ്ടായ സംഭവമാണ്. 35 ഇയേഴ്സിൽ. അപ്പോൾ വിവാഹം കഴിക്കാൻ അതൊരു ഒരു ലേറ്റ് ആയിട്ടുള്ള പ്രായമൊന്നും അല്ലെങ്കിൽ പോലും പ്രഷർ വിൽ ഓൾവേസ് ബി ദർ. അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ കൂട്ടുകാരും എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. കൂട്ടുകാരുടെ നിർബന്ധമായിരുന്നു. കാരണം അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ പള്ളിയിൽ പോകുന്ന ആൾക്കാരും ആൻഡ് ജോലിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ വക ഒരുമാതിരി ടോണ്ടിങ് ആയിട്ടുള്ള വേർഡ്സ്. എന്താ കല്യാണം കഴിക്കാത്ത, യു ആർ ഗെറ്റിംഗ് ലേറ്റ്, യുവർ മദർഹുഡ് ഓൾസോ വിൽ ബി ഡിലേഡ്, അങ്ങനെയൊക്കെ ഒരു കൂട്ടുകാരുടെ നിർബന്ധപ്രകാരം നീ ഭാരത് മാട്രിമോണിയിൽ പിന്നെ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. ഭാരത് മാട്രിമോണിയിൽ ആ, അതിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയതാണ് ഇത്. ഈ പരിചയത്തിൽ കിട്ടിയതാണ്. അപ്പൊ അയാളുടെ ഈ അഡ്രസ്സും കാര്യങ്ങളും വെച്ച് അയാളുടെ വീട്ടുകാരുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിരുന്നു. എല്ലാം ഉണ്ട്. ആ വീട്ടുകാരെ ഫ്രോഡാണ്, അതൊക്കെ കള്ളമാണ്. ആക്ച്വലി ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ് ആസ് എ ഇൻഡിവിജ്വൽ പേഴ്സൺ. പേരൻസ് ലേറ്റ് പേരൻസ് ആണ്. അമ്മ ചെറിയ പ്രായത്തിലേ മരിച്ചുപോയി. അപ്പനാണ് വളർത്തിയത്. അപ്പനും മരിച്ചുപോയി ഒരു വർഷം മുമ്പേ. ദാറ്റ് ഈസ് 2012 മരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒരു ഡിഫറെന്റ് ഐഡന്റിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഓൺലി ദി നെയിം വാസ് റിയൽ. രജിസി മോൻസി മാത്രമുള്ള റിയാലിറ്റി. അച്ഛനും അമ്മയുടെയും പേര് പറഞ്ഞാലും അവരൊന്നും ജീവിച്ചിരിപ്പില്ലാന്നാണല്ലോ പറയുന്നത്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അങ്ങനെ ആരും ഇല്ല, ആരും ഇല്ല. ഞാൻ ഒരേ മകനാണ്. എനിക്ക് ഇഷ്ടംപോലെ സ്വത്തുണ്ട്. ഐ എം എ പ്ലാന്റർ. എൻ്റെ കസിൻസ് എൻ്റെ സ്വത്തിൻ്റെ പിന്നാലെയാണ്. ആൻഡ് ഐ ഹാവ് എൻ അക്കൗണ്ട്. ഹീസ് എ ബിടെക് എഞ്ചിനീയർ. ആൻഡ് ഞാൻ ടെസ്റ്റ് എഴുതി ഹയസ്റ്റ് സ്കോറിലാണ് ഞാൻ മെറൈൻ എഞ്ചിനീയർ ആയത്. I have an account, a saving account amount of 1,84 lakhs. That's frozen by my cousins. അവർ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക. അവർക്ക് എൻ്റെ പ്രോപ്പർട്ടി ഷെയർ ഇല്ലാത്ത കാരണം. അങ്ങനെ ഹി ക്രിയേറ്റഡ് എ വെരി മെലീഷ്യസ് ട്രാപ്പ്. അങ്ങനെ അയാള് പിന്നീട് അതിന്റെ പേരിലാണ് ഈ പൈസ ചോദിച്ചത്. കേസ് ചെയ്യാൻ വേണ്ടി ലോയർമാർക്ക് കൊടുക്കാൻ കാശ് വേണമെന്നും പറഞ്ഞാണ് ചോദിച്ചത്. പിന്നെ തിന്നാനില്ല. ഹി യൂസ് ടു ക്രൈ, പ്ലീഡ്, ആൻഡ് ഹി വാസ് ലൈക്ക് ഹി പ്രൊട്ടക്റ്റഡ് ഹിംസെൽഫ് വെരി പയസ്റ്റ് പേഴ്സൺ. Upon Lord Jesus Christ, I will not cheat you, I'll be there. ഒരു ഓവർവെൽമിങ് ആയിട്ടുള്ള ഒരു അഫെക്ഷൻ, സോഫ്റ്റ് സ്പോക്കൺ, അങ്ങനെ ഒരു ഡിഫറെന്റ് പിക്ചർ ആയിരുന്നു. ഈ പൈസ ഈ കേസിന്റെ ആവശ്യം പറഞ്ഞ് മാത്രമാണ് എത്ര രൂപയോളം കൊടുത്തു? ക്യാഷ് ട്രാൻസാക്ഷൻ ആയിരുന്നു. NEFT ആയിരുന്നു ത്രൂ ബാങ്ക്. നിയർലി 14 lakhs വരെ കൊടുത്തു. ഹി എൻഫോഴ്സ്ഡ് മീ ടു ടേക്ക് ലോൺ, ബോറോ ഫ്രം ഫ്രണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ്. ഏകദേശം ടോട്ടലി എത്ര കൊടുത്തിട്ടുണ്ടാവും? 30 lakhs കൂടുതലായി മാഡം. I have interest to pay for that which I have not been paid. 8 lakhsന്റെ ഗോൾഡ് കൊണ്ട് മുത്തൂറ്റിൽ കൊണ്ടുവെപ്പിച്ച് ഇവർക്ക് പോസ്റ്റ് ഓഫീസിലും കൂടി പോകാൻ അറിയാത്ത ആളാണ്. അവൻ നിർബന്ധിച്ച് ഫോണിൽ പറഞ്ഞു കൊടുത്ത് ഇന്നെ പോലെ അവിടെ പോയി ചോദിച്ച് മാനേജറുമായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്യാം, കണ്ടു പറയാമെന്ന്. അത് അച്ഛനോട് ഡിസ്കസ് ചെയ്തിരുന്നു ഇതൊക്കെ? ഞാൻ ഇനീഷ്യലി ഡിസ്കസ് ചെയ്തിട്ടില്ല ഇതിനെ പറ്റിയിട്ട്. ബിക്കോസ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഡിഫറെൻറ്റ് പിക്ചറാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ പേരൻസിന് അറിയാണ്ട് ഞാൻ പൈസ ട്രാൻസാക്ട് ചെയ്യണത്. അവർക്ക് അറിയാണ്ട് ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യാറില്ല. എന്തുണ്ടെങ്കിലും ഞാൻ ക്ലിയർ പിക്ചർ ആയിരിക്കും എൻ്റെ പേരൻസിൻ്റെ അടുത്ത് എന്നെ പറ്റിയിട്ട്. അപ്പോൾ അവർക്കറിയാണ്ടല്ലേ ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത്. അവർക്കറിയാണ്ട് നിനക്ക് ഞാൻ പൈസ തിരിച്ചു തരും, 100% ഗ്യാരണ്ടി ഞാൻ തരാം, എൻ്റെ അക്കൗണ്ട് നമ്പർ നിൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന്, യു ക്യാൻ ട്രസ്റ്റ് മീ എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോരോ വേർഡ്സ് പറഞ്ഞ് ഹി യൂസ് ടു കീപ് മീ അണ്ടർ കൺട്രോൾ. ഹി പർച്ചേസ്ഡ് മൈ ഇമോഷൻ, ട്രസ്റ്റ്, എവറിത്തിങ്. ഹി ഡിഡ്ന്റ് ഗിവ് മീ എ വേ. ഒരു വഴി കാണിച്ചില്ല, ഡൗട്ട് ചെയ്യാനുള്ള ഒരു വഴി എനിക്കുണ്ടായിരുന്നില്ല. സിസ്റ്ററായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ അല്ലേ സാൻഡിക്ക്? സിസ്റ്ററിനോട് എപ്പോഴെങ്കിലും ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല ആരുടെ അടുത്തും. ഫസ്റ്റ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും അപ്രോച്ച് ചെയ്യുന്ന എൻ്റെ പേരൻസിനെ ആയിരിക്കും ഫസ്റ്റ്. അപ്പൊ അച്ഛൻ ഇന്ന് അറിഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ഞാനായിട്ട് പോയി പറഞ്ഞു. എനിക്ക് കൊടുത്തു കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞാലും നോട്ട് ഓൺലി ദാറ്റ്, ഐ കുഡന്റ് ഹൈഡ് തിങ്സ് വിത്തിൻ മീ. എൻ്റെ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ള ഒരു കുറ്റബോധം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഓഫീസ് പോകുന്ന വഴിക്ക് പള്ളി പോകുമായിരുന്നു. അപ്പോൾ പള്ളി പോയി ഓഫീസ് പോയില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞു
I break the news to them like this. He asked me money and I had to transfer on the via account. This is what has been happening from quite some time. അപ്പം ഡാഡി പറഞ്ഞു ഇതൊരു ചതിയാണ്, നീ എന്തിനാ ഇതിനൊക്കെ വിശ്വസിക്കുന്നത്? ഭാരത് മാട്രിമോണിയിൽ കൊടുത്ത വിവരങ്ങളൊക്കെ അച്ഛനൊക്കെ അറിയായിരുന്നു. അതൊക്കെ അറിയാം. അതെനിക്കറിയാം. ഫോൺ വിളിച്ച് വർത്താനം പറഞ്ഞൊക്കെ ചെയ്തു എന്റെ പേരൻസ് ആയിട്ട്. ആ ഒരു കോൺഫിഡൻറ്റിലാണ് ഞാനും ട്രസ്റ്റ് ചെയ്തത്. ബിക്കോസ് ഐ വാസ് തിങ്കിങ് അവരുടെ വീട്ടിൽ ആരോടെങ്കിലും പേരൻസ് ഇല്ലാന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അവരുടെ വീട്ടിലെ ഒരു ഡീറ്റെയിൽസ്, ഞാൻ എന്തെങ്കിലും അക്കൗണ്ട് ഫ്രീസായ അക്കൗണ്ട് നമ്പർ ചോദിച്ചാൽ ബാങ്ക് നെയിം ചോദിച്ചാൽ നീ അതിലൊന്നും ഇൻവോൾവ് ആവണ്ട, അത് എൻ്റെ പ്രോബ്ലം, ഞാൻ തന്നെ അത് ടാക്കിൾ ചെയ്തോളും, നീ അതിലൊന്നും ഇൻവോൾവ് ആയിട്ട് ഡോണ്ട് ബ്രേക്ക് യുവർ ഹെഡ്, യു ഷുഡ് ബി സേഫ്. സിസ്റ്ററോടും അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കുമായിരുന്നു ഇയാള്. സിസ്റ്റർ വിൽ നോട്ട് ഇന്ററാക്ട് ദാറ്റ് മച്ച്, ബട്ട് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. സംസാരിച്ച എന്താണ്, ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ശാന്റിനെ ഞാൻ വിവാഹം കഴിക്കും, എനിക്ക് പിന്നെ ഒരു അപ്പാർട്ട്മെന്റ് ഒരു 50 lakhs ഉള്ളിലായിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് നോക്കി വെച്ചേരെന്ന് പറഞ്ഞിട്ട് അതേ എന്നോട് സംസാരിച്ചത്. ഞാൻ അപ്പോഴേ അത് ഞാൻ അവളോട് പറഞ്ഞു ഇതൊക്കെ വെറും വിടൽസാണ് ചെയ്യുന്നത്. അത്രയും ക്യാഷ് ഉണ്ട് കയ്യില്, അതൊക്കെ ഞാൻ വളരെ റിച്ച് ആണ്, ചെയ്യണമല്ലോ. ഇവളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ആ പറഞ്ഞത്. അപ്പൊ ആദ്യമായിട്ട് ഇത് പറ്റിപ്പാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നത് എപ്പോഴാ? ബോധ്യം വന്നത് ഇവൻ പിന്നെ നുണ പറഞ്ഞാണല്ലോ അഡ്രസ്സെല്ലാം തന്നത്. ആ അഡ്രസ്സിൽ ഞാൻ പോയി അന്വേഷിച്ചതിന് ശേഷം ഒരു പിടിയും കിട്ടാണ്ട് ഞാൻ തിരിച്ച് ബാംഗ്ലൂർ ചെന്ന് നെറ്റ് പരതാൻ തുടങ്ങി. അപ്പോൾ അതിനകത്ത് എനിക്ക് ഇവൻ്റെ കറക്റ്റ് അഡ്രസ്സ്, ഇവന് ഏതോ പഴയ കാലത്ത് ഹൈക്കോർട്ടിൽ ഏതോ കേസിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ കേസിൻ്റെ ഇപ്പം എൻ്റെ കയ്യിലുണ്ട് ആ പേപ്പർ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ പ്രിൻ്റ് ഔട്ട് ചെയ്തത്. അതിനകത്ത് ഇവരുടെ ഒറിജിനൽ പേരും അമ്മയുടെ പേരും സിസ്റ്ററുടെ പേരും ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേരും എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയ പിറ്റേ ദിവസം തന്നെ ഞാൻ അവൻ്റെ വീട്ടിൽ പോയി, എൻ്റെ അനിയൻ്റെ വൈഫും കൂടി. അവിടെ ചെന്നപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി ടാക്സി എടുത്തിട്ടാണ് പോയതേ. ഇറങ്ങിയ ഉടനെ അവൻ വീട്ടിനകത്തുനിന്ന് ഒറ്റ ഓട്ടോ. ഈ ഫോട്ടോ ഇപ്പം ഞാൻ കാണിച്ചില്ലേ, ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കാരണം അവൻ തന്നെ ആണോന്ന് അറിയണ്ടേ, നമ്മൾ ഫസ്റ്റിലാണല്ലേ വീട്ടിൽ പോകുന്നത്, ആരെ അറിയിക്കാണ്ടാണ് ഇവരെ വീട്ടിൽ പോയത്. അപ്പോൾ ഇവൻ വീട്ടിനകത്തുനിന്ന് ഒറ്റ ഓട്ടം എന്നെ കണ്ട ഉടനെ, ഇവിടെ ഞങ്ങളുടെ കുടുംബ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ട്. എന്നെ കണ്ടപ്പോൾ അവന് മനസ്സിലായി, അവന് ഓടി. കാരണം അവിടെ നിന്ന് കഴിഞ്ഞ് ശരിയാവില്ല എന്ന്. എൻ്റെ പഴയ ഇതായിരുന്നെങ്കിൽ ഞാൻ പുറകെ ഓടി പിടിച്ചേനെ. പക്ഷെ ഇവൻ ഓടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ വീടിൻ്റെ ഡോറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോറ് മുട്ടിയപ്പോൾ അവൻ്റെ പെങ്ങൾ ഓടി വന്നു. പെങ്ങൾ വന്നപ്പോൾ അപ്പോൾ ഇപ്പോൾ ഓടിപ്പോയത് ആരാണെന്ന് ചോദിച്ചു, ഈ ഫോട്ടോയിലുള്ളത് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് അതെൻ്റെ ആങ്ങളെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓടിപ്പോയത് ഞങ്ങൾ ആങ്ങളെയല്ലേ? ഇല്ലില്ല, അത് ഞങ്ങളുടെ പണിക്കാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ പണിക്കാരനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ശരി എന്നാൽ പിന്നെ നിങ്ങളെ വീട്ടിലാരെങ്കിലും പോലീസുകാരെങ്കിലും അന്വേഷിച്ച് വന്നോ എന്ന് ചോദിച്ചു. ഈ ഒരു കേസിൻ്റെ കാര്യത്തിൽ ഇല്ല. അപ്പം ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് 3 മാസമായി. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിപ്ലൈ വരുന്നതെന്ന് അറിയാം, 6 വർഷമായിട്ട് അവൻ അബ്സ്കോണ്ടിങ് ആണ്, ഈ പരിസരത്ത് വരികയാണെങ്കിൽ ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ദിവസവും പറയുള്ളൂ ഈ 3 മാസമായിട്ട്. അപ്പോൾ അവരറിയാണ്ട്, പോലീസ് അറിയാണ്ടാണ് ഞാൻ ചെന്നിരിക്കുന്നത് 16th. അപ്പോഴാണ് ഇവനെ കണ്ടപ്പോഴേ എനിക്ക് ഫോട്ടോയിലെ ഫേസ് കട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ തന്നെയാണെന്നുള്ളത്. ഓടേണ്ട കൂലിക്കാരനാണെങ്കിൽ ഓടേണ്ട ആവശ്യമില്ലല്ലോ എന്നെ കണ്ട. അപ്പോൾ പെങ്ങളെടുത്ത് ചോദിച്ചപ്പോൾ പോലീസുകാരൊന്നും ഞങ്ങളെ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല, ഇതുവരെ ആരും വന്നിട്ടുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്ത് ഞാൻ വെറുതെ 3 മാസമായിട്ട് ഇവരെ പുറകെ നടക്കുന്ന അഡ്രസ്സ് അറിയാതെ ഞാൻ എല്ലാ സ്ഥലത്തും കൊടുത്തു. പിറവ അടുത്ത് കിടക്കുന്ന പോലീസ് സ്റ്റേഷൻ എനിക്ക് ക്ലിയർ അറിയില്ലല്ലോ, ഏതാ പോലീസ് സ്റ്റേഷൻ എന്ന് എനിക്കറിയില്ല. രാമമംഗലം, പിറവം, മൂവാറ്റുപുഴ, കോലഞ്ചേരി, പുത്തൻകുരിശ്, അവിടെയൊക്കെ കൊടുത്തിട്ട് ഈ ലെറ്ററുകളൊക്കെ അവർ ഇത് ഓൺലൈനിലാണ് കൊടുക്കുന്നത് പരാതി. അതെല്ലാം അവർ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അതെനിക്ക് റിപ്ലൈയും വന്നു, ഇന്ന പോലെ ഞാനിങ്ങനെ രാമമംഗലം പോലീസ് സ്റ്റേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അവിടെ പോയി കിടക്കുന്നല്ലാണ്ട് അവിടുന്ന് എനിക്കൊരു റിപ്ലൈയും വരുന്നില്ല സബ് ഇൻസ്പെക്ടർ അടുത്തുനിന്ന്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ശരി അതേപോലെ ഒരു പെറ്റീഷൻ SP റൂറലിന് കൊടുത്തു, ആലുവ. അതേലാണ് അവർ വർക്കായത്. അപ്പോൾ 4 മാസം കഴിഞ്ഞു. അതുവരെയും എനിക്ക് FIR തന്നിട്ടില്ല, ഒരു റെസീറ്റും തന്നിട്ടില്ല എൻ്റെ കംപ്ലൈൻറ്റിന്. പക്ഷെ ഇയാൾ കറക്റ്റായിട്ട് ഇന്ന സ്ഥലത്താണെന്ന് അവർക്കും അറിയാം. അവർക്കറിയാം. അതല്ലേ പോലീസ് പറഞ്ഞതും. അവരെ വീട്ടിൽ അവരോട് ചോദിച്ചപ്പോൾ, പെങ്ങളോടും അമ്മയോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്താണ്, 6 മാസമായിട്ട് അവൻ അബ്സ്കോണ്ടിങ് ആണെന്ന്. പോലീസ് പറയുന്നതും അത് തന്നെയാണ്, അബ്സ്കോണ്ടിങ് ആണെന്ന്.
ഇപ്പോൾ ഇത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ് കേൾക്കുന്നല്ല, അതിനാണ് ഞാൻ പെട്ടെന്ന് ആരെ അറിയിക്കാതെ വന്നപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട്. അവൻ്റെ പണി ഇപ്പോഴും അത് തന്നെയാണ്. അവൻ ശരിക്കും ജോലി ചെയ്യുന്നത്, അവൻ്റെ ഒരു ബസ് ഓടുന്നുണ്ട്, CMS ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ്, ചന്ദ്രത്തിൽ മോട്ടോർ സർവീസ് എന്നും പറഞ്ഞ്, കൂത്താട്ടുകുളം ടു എറണാകുളം. നമ്പറും കാര്യമൊക്കെ ഞാൻ അവിടെ പോയി രജിസ്ട്രേഷൻ ഓഫീസ്, മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ ഓഫീസിൽ പോയി ചെക്ക് ചെയ്തു. അപ്പോൾ ഓക്കെയാണ്, കറക്റ്റാണ്, അവൻ്റെ പേജിൽ തന്നെ ഉള്ളത്. അപ്പോൾ അവൻ ഈ ബസ് സർവീസാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള സമയം വീട്ടിലിരുന്ന് ഇതാണ് പണി. ഒരു 3 ഡെസ്ക് ടോപ്പും വെച്ച് ഉള്ള പെണ്ണുങ്ങളെല്ലാം പറ്റി 9 കേസിലാണ് ഇൻവോൾവാണ്. കേസ് നമ്പറും കാര്യമൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവന് ആസ്തി അവൻ്റെ പേരിലില്ല എന്ന് പറഞ്ഞിട്ട് ആസ്തിയുടെ അവൻ്റെ സ്വത്തിനെ പറ്റി ഞാൻ അവിടെ പിറവത്ത് പോയി രജിസ്ട്രേഷൻ സബ് രജിസ്റ്റർ ഓഫീസിൽ പോയി അവിടുന്ന് ഞാൻ കോപ്പി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കോപ്പി എടുത്ത് കോർട്ടിൽ കൊടുത്തിരിക്കുന്നത്, പോലീസുകാർ കൊടുത്തിരിക്കുന്നതെല്ലാം ഞങ്ങളുടെ സൈനൊന്നും മേടിച്ചിട്ടില്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും സൈനില്ല. ഞങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ പെറ്റീഷനുള്ള വിവരങ്ങളൊന്നും ഇതിനകത്തില്ല, കോർട്ടിൽ കൊടുത്തിരിക്കുന്ന പേപ്പറിനകത്തില്ല. അവരിഷ്ടത്തിന് എഴുതി കൂട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ സൈൻ മേടിക്കാൻ പറഞ്ഞിട്ട് അവനെ അറസ്റ്റ് ചെയ്ത ഉടനെ ഞങ്ങളെ 2 പേരെയും പോലീസ് വിളിപ്പിച്ചു. ഞാൻ വന്നാൽ മതിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, മകളെയും കൂട്ടിയിട്ട് വരണമെന്ന് പറഞ്ഞു. ശരി, മകളെയും കൂട്ടിയിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇന്നപോലെ പുത്തൻകുരിശ് CI ആണ് വിളിച്ചത്, അവൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, നാളെ കാലത്ത് എത്രയും പെട്ടെന്ന് ഫസ്റ്റ് വണ്ടിക്ക് ഇവിടെ എത്തണമെന്നും പറഞ്ഞു. അപ്പോൾ ഒരു 3:30 മണിയായിട്ടുണ്ട് ഈ ഫോൺ വരുമ്പോൾ, വൈകുന്നേരം. അപ്പോൾ തന്നെ ഞാൻ പോയി ബുക്ക് ചെയ്തു, കർണാടക ട്രാൻസ്പോർട്ട് ബസ് ചെയ്യുന്ന പോലെ മൂവാറ്റുപുഴയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ 2 പേരും കൂടി വന്ന് CIയുടെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, CI അവൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ രാമമംഗലം SIയുടെ അടുത്ത് പോയാൽ അവിടെ അവനെ കാണാം, പിന്നെ SIക്ക് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് വേണം, മകളുടെ സ്റ്റേറ്റ്മെൻറ്റ് വേണം. ശരിയെന്നും പറഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് തിരിച്ച് രാമമംഗലത്തിൽ ചെന്നപ്പോൾ ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു. അവിടെ വന്നപ്പോൾ SI ഇവരോട് പറഞ്ഞു ഓഫീസിനകത്ത് പോയിട്ട് നീ അവിടെ നേരത്തെ ഒരു പരാതി ഇയാളെ പറ്റി കൊടുത്തിട്ടുള്ളതാ അവിടെ ഒരുപാട് കാര്യം. ഒന്നല്ല മാഡം, അവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് SIക്ക് തന്നെ 2 പരാതി കൊടുത്തു. അത് കഴിഞ്ഞ് ഈ 4 പോലീസ് സ്റ്റേഷന്റെ പരാതി അവിടെ തന്നെ ചെന്നിരിക്കുന്നത്. എല്ലാ പരാതിയും. ആ, അപ്പൊ ഈ സ്ത്രീകളുടെ ഈ 9 പരാതി ഉണ്ടെന്ന് പറഞ്ഞത് കോർട്ടിൽ നിന്ന് കിട്ടിയതാണോ? അത് കോർട്ടിൽ നിന്ന് കിട്ടിയതാണ്. കോർട്ടിൽ നിന്ന് എടുത്തപ്പോൾ കോർട്ടിനകത്ത് നിന്ന് കിട്ടിയതാണ്, അവരുടെ ആ കേസ് നമ്പറും ഇതൊക്കെ. അപ്പം പിന്നെ ഞാൻ അവരുടെ പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചപ്പോൾ ശരിയാണ്, ഇവിടെ കേസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സാർ ഇതാണ് കേട്ടോ ആള്. ആള് എനിക്ക് ആദ്യമായിട്ട് അയച്ചത് ഇതല്ല, ഇഞ്ഞൊരെണ്ണാണ്. ഈ ഫോട്ടോസ് ഒക്കെ മോഫ്ഡ് ആണ്, കുറെ കറക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് പരാതി നിങ്ങളുടെ ഒപ്പൊക്കെ വാങ്ങിച്ചോ? ഇല്ല, ഞങ്ങളോട് 5:30 മണി വരെ ഇരുത്തിയിട്ട് 5:30 മണിക്ക് SI കാറ് സ്റ്റാർട്ട് ചെയ്തിട്ട് പറഞ്ഞു, എന്നെ വിളിച്ച് കൈ കാണിച്ച് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ പോലീസ് അസിസ്റ്റന്റ് SI ഉണ്ട്, അയാളുടെ അടുത്ത് ഞാൻ വൈറ്റ് പേപ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് നിങ്ങൾ 2 പേരും സൈൻ ചെയ്യുക, അഡ്രസ്സ് എഴുതി കൊടുക്കുന്ന. ഞാൻ പറഞ്ഞു ഞാനും പോലീസുകാരനാണ്, വൈറ്റ് പേപ്പറിലൊന്നും സൈൻ ചെയ്യാൻ എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ അതിൽ സൈൻ ചെയ്യില്ലെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞു, ഞാൻ കൊടുത്ത പെറ്റീഷനുള്ള റിസീറ്റ് വേണോ അല്ലെങ്കിൽ FIR തരണമെന്ന്. അത് ഞാൻ പിന്നെ ഓൺലൈനിൽ അയക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ സൈൻ ഇട്ട് കൊടുത്തില്ല, ഓൺലൈൻ അയക്കാമെന്ന് പറഞ്ഞ ഉടനെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. 5:30 മണിയായി. പിന്നെ തിരിച്ച് ഞാൻ വന്ന് നാട്ടിലോട്ടൊന്നും പോകാൻ പറ്റില്ല, പിറ്റേ ദിവസമാണ് പോയത്. അങ്ങനെ ആ FIR എനിക്ക് കിട്ടുന്നത് ഒക്ടോബർ 10-ാം തീയതിയാണ്. ഇത് ഞാൻ പോയത് അവിടെ മെയ് 16-ാം തീയതി. ഇത് FIR എൻ്റെ കയ്യിൽ തരുന്നത് ഒക്ടോബർ 10-നാണ്. അപ്പോൾ എത്ര മാസം? അത് ഒരു റിസീറ്റ് കിട്ടാൻ അത്രയും സമയം വേണോ മാഡം? അപ്പോൾ ഈ മറ്റ് സ്ത്രീകൾ പരാതി കൊടുത്തിട്ടുള്ളത് ആ സ്റ്റേഷന്റെ പരിധിയിലൊക്കെയാണോ? ഒന്ന് ചേലായൂർ, പിന്നെ ഒന്ന് പാലസ് ഹിൽസ്, തൃപ്പൂണിത്തറ. നിങ്ങളുടെ മകൾ നിങ്ങള് CRPF-ലായിരുന്നു, കോൺസ്റ്റബിൾ ആയിരുന്നു. അതെ. അത് കഴിഞ്ഞ് വേറൊരു സർവീസിൽ 30 വർഷമുണ്ട്. അതെ. നിങ്ങൾ ബാംഗ്ലൂർ സെറ്റിൽ ചെയ്തേക്കുന്ന ആളാ. അതെ. നിങ്ങളുടെ മകളും അതാ. അപ്പം വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും സാമൂഹ്യപരമായിട്ടും നിങ്ങൾ വളരെ ഉന്നതിയിലുള്ള മനുഷ്യരാണ്, നന്നായിട്ട് തന്നെ ജീവിക്കുന്നവരാണ്. അതുപോലെ സമൂഹത്തിലെ തട്ടിപ്പുകളെയും വെട്ടിപ്പുകളെയും പറ്റി നിങ്ങൾക്കറിയാം. അല്ലാതെ പിന്നെ ഗ്രാമത്തിലോ കുഗ്രാമത്തിൽ ജീവിക്കുന്നവരല്ല.
അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ നിങ്ങളൊരു വെബ്സൈറ്റിൽ ഒരു രജിസ്റ്റർ ചെയ്തു, അതെ അല്ലേ? വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ആള് വെബ്സൈറ്റിൽ നിന്ന് ഒരാൾ പ്രതികരിച്ചു, അതെ, പലരും പ്രതികരിക്കും. അതെ. അതിൽ ഈ വിവാദ മനുഷ്യൻ പ്രതികരിച്ചപ്പോൾ നിങ്ങൾ ആ പ്രതികരണത്തിൽ കൂടി മാത്രം നിങ്ങളുടെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ പോയെന്ന് പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ കുട്ടി അവര് ഈ ഒരു 33 വയസ്സുവരെ കല്യാണം കഴിക്കാതെ വേണ്ടാന്ന് വെച്ചിരുന്നത് ഒരു സുപ്രഭാതത്തിൽ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഇത് സമ്മതിച്ചു. കുറെ ഇങ്ങനെയൊക്കെ വന്നു. അതിനിടയ്ക്ക് ഒരാൾ കുറച്ച് അനുകൂലമായിട്ടുള്ള വന്നു, അയാളുമായിട്ട് സംസാരിച്ചു, അച്ഛനോട് സംസാരിക്കുന്നതൊക്കെ ആയപ്പോ ഒരു വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ട് നല്ല കുടുംബത്തിലെ ഒരാളാണെന്നെങ്കിൽ സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് ആ കുട്ടിക്ക് അടുപ്പം അയാളോട് തോന്നി. ആ അടുപ്പം തന്നെയാണ് അയാൾ ചൂഷണം ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് 9 പെൺകുട്ടികളെ ഈ കയ്യിലിരിക്കുന്ന തുക എങ്ങനെ പോകുമെന്നുള്ളതാണ്. അത് നേരിട്ട് കാണാത്ത ഒരാള് ഈ ഒരു ഒരാള്, അതുമല്ല വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാൾക്ക് തുകയുടെ ആവശ്യം എന്തുവാ? എനിക്ക് മനസ്സിലാകുന്നില്ല, അതിനെപ്പറ്റി മനസ്സിലാകുന്നില്ല. He was working in Muscat as a mariner. Okay. He came on leave here for 40 days. Okay. On what basis he was asking for that money? To release his account, to unfreeze his account. Okay. അപ്പോൾ എന്തുകൊണ്ടാണ് തിരിച്ച് ചോദിക്കാഞ്ഞത്? ലൈക്ക് നിങ്ങൾ ഓൾറെഡി വർക്കിംഗ് ആണ്, ഫ്രീസ് ചെയ്തു, ദാറ്റ് ഇസ് ഫൈൻ. പക്ഷേ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ആ സാലറി വെച്ചിട്ട് കോടതിയുടെ ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യാൻ 40 ഡേയ്സിന്റെ സാലറി അതൊക്കെ ഞാൻ ചോദിച്ചു. 40 ഡേയ്സിന്റെ സാലറി എനിക്ക് കിട്ടില്ല. 40 ഡേയ്സ് ലീവ് ആയ കാരണം ഞാൻ ആദ്യം അത് വാങ്ങിച്ചു. 8 ലക്ഷം എൻ്റെ അക്കൗണ്ട്. ആ അക്കൗണ്ടിലാണ് എൻ്റെ സാലറി ഒക്കെ പോയിരിക്കുന്നത്. ആ അക്കൗണ്ട് ഡീറ്റെയിൽസും അക്കൗണ്ട് നമ്പറും ബ്രാഞ്ച് എല്ലാം അതിൻ്റെ പേരൊക്കെ ചോദിച്ച സമയത്താണ് ഇവർ പറഞ്ഞത്, ദിസ് ഫെലോ ടോൾഡ് മീ ദാറ്റ് you don't get involved in all these issues. This is my problem. I will tackle it. ചെറിയ കാലയളവിലാണ് ഇയാൾ ഇത്രയും വലിയ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ഇമോഷണലായിട്ട് കുട്ടിയെ കമത്തി അതിനെ ഇതാക്കി ക്ലിയർ ആക്കി. പിന്നെ പറഞ്ഞിരിക്കുന്നത് വലിയൊരു കുടുംബത്തിന്റെ പേര്, അവിടുത്തെ മെമ്പറാണ്. പിന്നെ ആ ഒരു ചെറിയ ഒരു പീരീഡിലാണ് പെട്ടുപോയത്. കുറച്ചങ്ങ് പെട്ടുപോയപ്പോ പിന്നെ പാരന്റ്സിന്റെ ആരുടെയും ഒരു ഇതില്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു മനസ്സിൽ ഒരുപാട് പേരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടില്ല ജീവിതത്തിൽ. എന്റെ നോളജ് അവൾ ഇട്ടപ്പോഴത്തന്നെ ഞാൻ പറഞ്ഞു, നീ ഇന്നത്തോട് സ്റ്റോപ്പ് ചെയ്തോ, ഇനി അത് ആ സിം എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ മാർക്ക് ഞാൻ ഒന്നും സംസാരിക്കാൻ പറ്റില്ല, നിനക്കും കിട്ടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞാണ് അന്ന് തന്നെ. ആ ബസ്സൊക്കെ അയാളുടെ CMS ഇതൊക്കെ അയാളുടെ ആണ്. ഇതാണ് അയാളുടെ പണി. കൂത്താട്ടുകുളം വൈകുന്നേരം 7 മണിക്ക് പോകും. 7 മണിക്ക് പോയി കളക്ഷന് വേണ്ടി പോകും. അതുവരെയുള്ള പണി വീട്ടിലിരുന്നുള്ളത് ഇതാണ്. നിങ്ങൾ കാശ് കൊടുത്തത് എവിഡൻസ് ഉണ്ടോ? Everything was through account. നിങ്ങളുടെ പരാതി വായിച്ചു, നിങ്ങളുടെ പരാതിയിൽ വായിച്ചു. ആ പരാതിയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവൻ ഡൈവോഴ്സ് ചെയ്യാണ്. അതെ, ഇയാള് പോയതിനു ശേഷമാണല്ലോ ഇതെല്ലാം അല്ല അറിഞ്ഞല്ലോ. അയാള് ഡൈവോഴ്സ് ചെയ്യാണ്, അയാളുടെ സഹോദരി ഡൈവോഴ്സ് ചെയ്യാണ്. അവിടെ അമ്മയും സഹോദരിയും സഹോദരിയും ഇവരെല്ലാം കൂടെ ചേർന്നുള്ള തട്ടിപ്പുകളാണ് നടക്കുന്നത് ആ വീട്ടിൽ ഇരുന്നുണ്ട്. ഈ അമ്മയ്ക്കും മോക്കും 1 ഏക്കർ 4 സെന്റ് വസ്തുവുണ്ട്. അമ്മയുടെയും മോടെയും പേര് കൂടിയായിരിക്കണം എന്നാണ് കോടതി കൊടുത്തേക്കുന്നത്. അതും ചിലപ്പോൾ വ്യാജമാകാം. ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ അറിവോടെയല്ലേ രജിസ്റ്റർ ചെയ്തത്? അല്ല, മകള് രജിസ്റ്റർ ചെയ്ത് ഒന്നും വീട്ടുകാരോട് പറഞ്ഞില്ല. ഞങ്ങൾ അതല്ലാതെ എല്ലാ പള്ളിയിലും മാട്രിമോണിയലിൽ രജിസ്റ്റർ ചെയ്തിട്ട്. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഈ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരാള് കിട്ടിയെന്നുള്ളത് ഇങ്ങനെ രജിസ്ട്രേഷനിൽ കൂടി കിട്ടിയെന്ന് എനിക്ക് പറഞ്ഞു. നിങ്ങൾ ബാംഗ്ലൂരിലാണ് ഇപ്പോഴും സെറ്റിൽ ചെയ്തത്? അതെ. ഈ രാമമംഗലം പോലീസ് സ്റ്റേഷനിലാണോ നിങ്ങൾ വന്നത്? അതെ. അത് വരാൻ കാരണം ഇവൻ താമസിക്കുന്ന പാമ്പാക്കുട ആയതുകൊണ്ട് രാമമംഗലം പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിലാണ്, അതുകൊണ്ടാണ് വന്നത്. അതെ അല്ലേ? അല്ല, ഞാൻ അവിടെ ചോദിച്ചു വീട്ടിന്റെ. നിങ്ങളുടെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട തുക എങ്ങനെ വീണ്ടെടുക്കാം, അതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഞങ്ങൾക്ക് ആവശ്യം. പല കേസുകളിലും പ്രതിയാക്കി. ക്രിമിനൽ കേസുകളിലാണ് ഇവൻ പ്രതി. ഇവ സിവിൽ കേസിൽ പ്രതിയായിട്ടില്ല. സിവിൽ കേസ് പറഞ്ഞു മനസ്സിലായില്ലേ? ക്രിമിനൽ കേസിൽ ഇവനെ തട്ടിപ്പുകാർ എന്നുള്ള 420 ഇന്ത്യൻ ശിക്ഷാ നിയമം 420 വകുപ്പ് അനുസരിച്ചായിരിക്കണം ഇവന് കേസ്. 420, 420 വിശ്വാസവഞ്ചന, 406, 407.
റജിയുടെ പെങ്ങള് ഫോണിലുണ്ട്, ഒന്ന് സംസാരിക്കുകയാണേ. ഹലോ ഹലോ, റജിയുടെ സഹോദരിയാണോ? അല്ലല്ല, ഇത് അമ്മയാണ്. അമ്മയാണ്. ഇവിടെ ജീവിതം സാക്ഷി എന്നൊരു പരിപാടി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉർവശിയാണ്. അപ്പൊ ഇവിടെ ഒരു പരാതി നിങ്ങളുടെ പേര് വന്നതിന്റെ പേരിലാണ് വിളിക്കുന്നത്. അതായത് ഇവിടെ വിൻസെന്റ് ഡിക്രൂസ് അദ്ദേഹവും മകള് സാൻഡിയും ഇവിടെ വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞങ്ങൾ എന്നെയും എന്റെ മോളെ ഒഴിവാക്കിയേക്കും മേഡം. ഞാൻ ഫോൺ വെക്കുക. അല്ല, ഹലോ, അവര് വെച്ചു, ഫോൺ വെച്ചു സാർ. അവരുടെ മോളെ ഒഴിവാക്കാനാണ് അവർ പറഞ്ഞ കാര്യം മനസ്സിലായി. ഇവരെ വന്ന് ഞങ്ങളെ ഒഴിവാക്കിയേക്ക് എന്നാ പറയുന്നത്. നമുക്ക് അത്ഭുതം തോന്നുന്നു. നമ്മൾ ചോദിക്കുന്ന സ്വാഭാവികമായിട്ടൊരു ചോദ്യമാണ്. നിങ്ങൾ ഇത്രയും വലിയ സിറ്റി താമസിക്കുന്നവര് ഇത്ര ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് നിങ്ങൾ എങ്ങനെ പറ്റിപ്പോകുന്നു എന്നുള്ളത് തോന്നുന്നു. പക്ഷേ ഇതിനകത്ത് ഇയാൾ ഭയങ്കരമായിട്ട് അയാളുടെ ഒരു ഈ വിദ്യാഭ്യാസം കുറവാണെങ്കിലും ഇയാൾ ഭയങ്കര സൈക്കോളജിക്കലി ആണ് അപ്രോച്ച് ചെയ്തത്. അതാ പറഞ്ഞത്, ഇമോഷണലായിട്ട് അവരെ അങ്ങ്. അയാളുടെ വിദ്യാഭ്യാസം എന്താണ്? യഥാർത്ഥത്തിൽ 9th standard. 9th സ്റ്റാൻഡേർഡ്. അയാൾ നന്നായിട്ട് ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കും. ഇതാണ് അയാളുടെ വീട്. അത് അയാളുടെ വീടാണ്. ഇതല്ലേ വീട്? അവിടെയാണ് ഇപ്പൊ അമ്മ സംസാരിച്ചതൊക്കെ. അമ്മയെ പോയി സാർ കണ്ടായിരുന്നു? ഞാൻ കണ്ടല്ലോ, അവരോട് ചോദിച്ചല്ലോ. ഞാൻ എനിക്ക് 3 മാസത്തിനുള്ളിൽ തരാന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അമ്മ. ഇപ്പൊ ഈ പരാതിയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി സാർ? ഇപ്പം 3 വർഷം. 3 വർഷം. ഈ പരാതികൾ 2 വർഷം. ഇത് 2014 മാർച്ച് തൊട്ടാണ് കേസ് തുടങ്ങിയിരിക്കുന്നതും അതിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്നതും ഒക്കെ അല്ലേ? മൊത്തത്തിൽ നിങ്ങൾക്ക് എത്ര രൂപ ആകെ അയാൾക്ക് എത്ര ലക്ഷം രൂപ കൊടുത്തു? 14 lakhs കൊടുത്തിട്ടുണ്ട്. 14. Yeah, but that was through couple of loans. Couple of loans means? I have taken personal loan because he persuaded me to take loans. That is in your name. Yeah. പക്ഷേ അത് വരുമ്പോഴത്തേക്ക് that's only your liability. ഈ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തത് എവിടുത്തെ ബാങ്കിലാ? പിറവം ബാങ്കിലാണ്. അപ്പൊ ഏകദേശം ആ പരിസരത്താണ് ഇയാളുടെ ആക്ടിവിറ്റീസ് എന്നൊക്കെ മാധ്യമ ധനം പിടികിട്ടി അല്ലേ? ആ ഏരിയയിലായിരിക്കും എന്നുള്ളത്. ബാങ്ക് അവിടെ അക്കൗണ്ട് അല്ല, and he interested telling me that I have an account, why don't you trust me? അത് ശരിയാണ്. അക്കൗണ്ട് വഴി federal bank account. No bank account will give account to a fraud or what. സിഎമ്മിനെ കണ്ട് നിങ്ങൾ പിന്നെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം he told he'll take action. അതിന്റെ വിഷ്വൽ ഉണ്ട് കേട്ടോ സാർ. അവിടെ ടേക്കൺ ആക്ഷൻ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അത് കൊടുത്തിട്ട് ഇപ്പോ കഴിഞ്ഞ സെപ്റ്റംബറിൽ കൊടുത്താണ്, 2014 സെപ്റ്റംബർ. അതിനും നല്ല ഫോളോ അപ്പ് വേണമായിരുന്നു. റെഗുലർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ, ഇതുപോലെയുള്ള ഒരുപാട് 100,000 കാര്യങ്ങൾ ഒരു ദിവസവും കാണുന്നതാണ്. അപ്പൊ അതേപോലെ ഹോം മിനിസ്റ്ററിനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ലെറ്റർ അയച്ചിട്ടുണ്ട്, ഇന്നപോലെ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഇതെല്ലാം പോയി വീഴുന്നത് CI പുത്തൻകുരിശിലാണ്. CI പുത്തൻകുരിശ് പുള്ളി പറയണതാണ് ആൾറെഡി കോർട്ടിൽ കേസ് നടക്കുകയാണ്, അതുകൊണ്ട് ആ കേസ് തീരുമ്പോ അറിയട്ടെ. ഇതൊരു ക്രിമിനൽ കേസാ. 420 ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ക്രിമിനൽ കേസാണ് സാർ. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഇത് ക്രിമിനൽ കേസാണ്. പക്ഷെ ഇവരെ പറ്റിച്ചതിന് ശേഷവും ഇതേ ശേഷം പരിധി പല സ്ത്രീകളും പരാതി കൊടുക്കുന്നുണ്ട്. ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് പെട്ടുപോയിട്ട് സ്ത്രീകൾ പരാതിയായിട്ട് അവൻ പറ്റിച്ചോണ്ടേയിരിക്കുക. അതൊക്കെ സെപ്പറേറ്റ് കേസുകളായിരിക്കും. അല്ല, അതെ. പക്ഷെ അത് ഇങ്ങനെ ഫ്രോഡ് കേസുകൾ നിലവിലുള്ളപ്പോ തന്നെ എങ്ങനെ ഈ പോലീസും ഇവരൊക്കെ അവരുടെ ഭാഗത്ത് നീക്കങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു വേവലാതി. അല്ല, ഇതിനകത്ത് അതായത് 420 IPC എന്ന് പറയുന്ന ഒരു ജാമ്യം കിട്ടാവുന്ന കുറ്റമാണ്. പറയട്ടെ, അതുകൊണ്ടാണ് അയാളുടെ അമ്മയും സഹോദരിയും ചേർത്ത് ജാമ്യം എടുത്തത്. ബെയിലബിൾ ഒഫൻസ് എന്ന് നിയമപരമായിട്ട് പറയും, നോൺ ബെയിലബിൾ ഒഫൻസ് അല്ല. നോൺ ബെയിലബിൾ ഒഫൻസ് ആണെങ്കിലേ അവനെ റിമാൻഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ 420 വകുപ്പ് അനുസരിച്ച് പോലീസ് കേസെടുത്തുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷൻ വെച്ചോ കോടതി വെച്ചോ ഉടൻ ജാമ്യം കിട്ടുന്ന കേസായതുകൊണ്ടാണ് അവന് ജാമ്യം കിട്ടിയത്. നിങ്ങളെ ഈ സാമ്പത്തികമായിട്ട് ഇത്രയും തട്ടിപ്പ് നടത്തിയപ്പോൾ അതിനുള്ള പരിഹാരം ഒരു സിവിൽ കോടതിയിൽ കൂടിയാണുള്ളത്. നിങ്ങൾ ചീഫ് മിനിസ്റ്റർക്ക് പരാതി കൊടുത്താലും ഹോം മിനിസ്റ്റർക്ക് പരാതി കൊടുത്താലും കളക്ടർക്ക് പരാതി കൊടുത്താലും ഏത് പരാതികളും അവരെങ്ങോട്ട് അയക്കുമെന്നറിയാമോ? ബന്ധപ്പെട്ട പോലീസിന് അയക്കും. കേസ് രജിസ്റ്റർ ചെയ്യേണ്ട അടിസ്ഥാനപരമായ ജോലി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലാണ്. ഈ FIR അനുസരിച്ച് പോലീസ് കേസെടുത്തേക്കുന്നത് നിങ്ങൾ ആലുവ റൂറൽ SP ഒരു പരാതി നൽകി.
ആ പരാതിയുടെ പുറത്ത് ആ റൂറൽ എസ് പി അയച്ചു കൊടുത്ത പരാതിയുടെ പുറത്ത് ആ ക്യാമ്പ് നമ്പർ ഇതിനകത്തുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാമമംഗലം പോലീസിലെ ക്രൈം 406/2014 26/5/2014 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രേഖകൾ സംസാരിക്കുന്നതാ ഇത്. ആ കേസ് രജിസ്റ്റർ 420 അതില് അവൻ ജാമ്യം എടുത്തു. നിങ്ങളുടെ പരാതിയുടെ പുറത്ത് ഒരു കേസുണ്ട്, ക്രൈം 406/2014. അതിനി ഫൈനലായിട്ട് കേസ് പോലീസ് അന്വേഷിച്ച് സത്യസന്ധമാണെന്ന് കാണുക, കോലഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം അവനെതിരെ സമർപ്പിക്കും.